വെൽക്കം ബാക്ക്. പർച്ചേസ് മെത്തേഡിലെ ജേണൽ എൻട്രീസ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോ. ഇന്ന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. ചില കുട്ടികൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി. സോ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും വരിക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എൻ്റെ വ്യൂ ആണ്. മേ ബി ഐ ഫീൽ ലൈക്ക് സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആയിരിക്കും. പർച്ചേസ് മെത്തേഡ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇനി വരുന്ന ഒരു രണ്ട് പ്രോബ്ലവും ഞാൻ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ എക്സാമ്പിൾ നമ്പർ 6. I think example number 6 from your textbook. X Limited acquired business of Y Limited. Purchase consideration is given directly 5 കോടി 50 ലക്ഷം. കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നിട്ടുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ മോഡും അവിടെ തന്നിരിക്കുന്നുണ്ട്. 5 crore 50 lakh to be paid by fully paid equity shares of 10 each. Purchase consideration കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ആയിട്ടാണ്. ആൻഡ് ബാലൻസ് ഷീറ്റ് ഇസ് ഗിവൺ. എക്സിന്റെയും വൈന്റെയും ബാലൻസ് ഷീറ്റും കാണാം. അതിനുശേഷം അതിന്റെ താഴെ ചെറിയൊരു പാരയും കാണാം. ക്വസ്റ്റ്യൻ ഇപ്പൊ 3 ഷോർട്ട്സ് ആയിട്ട് സ്ക്രീനിൽ കാണാം, 3 or 4. ബിക്കോസ് വലിയ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ സ്ക്രീനിൽ കാണിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായിരിക്കാം. മേ ബി എനിക്ക് പറ്റുന്നില്ല. സോ ക്വസ്റ്റ്യൻ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അസംഷനിൽ ഞാൻ പറയാൻ തുടങ്ങുന്നു. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളെ. മുന്നത്തെ കണക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പിയും ക്യൂ എന്ന് പറയുന്ന 2 കമ്പനീസ് ഉണ്ടായിരുന്നു, പി ലിമിറ്റഡ് ആൻഡ് ക്യൂ ലിമിറ്റഡ്. ഈ രണ്ടും കൂടെ ചേർന്നിട്ട് പി ക്യൂ ആയതാണ് കഴിഞ്ഞ കണക്ക്. റൈറ്റ്, പിയും പോയി ക്യൂവും പോയി പി ക്യൂ വന്നു. പി ക്യൂ ന്യൂ കമ്പനിയാണ്, ന്യൂ കമ്പനി. ഇത് രണ്ടും ചേർന്നിട്ട് പി ക്യൂ ആയി. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി വൈ ലിമിറ്റഡിനെ ടേക്ക് ഓവർ ചെയ്തു. ഓക്കെ, വലിയ കമ്പനി ആയിരിക്കും. സോ ഈ വൈ കമ്പനിനെ ഇങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്തു. ഇതൊരു എക്സിസ്റ്റിംഗ് കമ്പനിയാണ്. ഓൾറെഡി ഈ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഉണ്ട്, റൈറ്റ്? ആ ഉള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെസ്ലെ എന്ന് പറയുന്ന ഒരു കമ്പനി, യു ഓൾ നോ, അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. സോ ആ കമ്പനി വൈ ലിമിറ്റഡിനെ അങ്ങോട്ട് ഏറ്റെടുത്തു, റൈറ്റ്? സോ എക്സിസ്റ്റിംഗ് കമ്പനി വേറൊരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്ന പ്രോബ്ലം ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ട പ്രോബ്ലം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സിസ്റ്റിംഗ് കമ്പനിക്ക് ഓൾറെഡി ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. എക്സിസ്റ്റിംഗ് കമ്പനീന്റെ കയ്യിൽ അവരുടെ അസറ്റും ഉണ്ട്, അവരുടെ ലാബിലിറ്റിയും ഉണ്ട്. ആ കൂട്ടത്തിലേക്കാണ് വൈ ലിമിറ്റഡിന്റെ ഏറ്റെടുത്ത സാധനങ്ങളും വരുന്നത്. ഓക്കെ, സോ വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എക്സ് ലിമിറ്റഡ് ഏറ്റെടുത്തിരിക്കുന്ന അസറ്റും ഏറ്റെടുത്ത ലാബിലിറ്റിയും കൂടെ ഇനി മുതൽ ആരെ ബാലൻസ് ഷീറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും? പുതിയ കമ്പനീന്റെ ബാലൻസ് ഷീറ്റിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ടേക്ക് ഓവർ ചെയ്ത സാധനങ്ങളൊക്കെ പിന്നെ അവരവിടെ കൊണ്ടുപോയി ഈ ബാലൻസ് ഷീറ്റിലെല്ലാം വെക്കാൻ പറ്റും. സോ തിങ്ക്. അപ്പൊ ഇതാണ് ആ ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്, അക്യൂർഡ് ബിസിനസ് എന്നാ പറയുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാ അസറ്റ്സും എല്ലാ ലാബിലിറ്റിയും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ പർച്ചേസ് കൺസിഡറേഷൻ ആ പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ 5 കോടി 50 ലക്ഷം ആണെന്ന് പറയുന്നുണ്ട്. അത് പേ ചെയ്ത മോഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. പുതിയ കമ്പനീന്റെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കുന്നത്. ആർക്കായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവുക? എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും. ഏത് ഷെയർ ഹോൾഡേഴ്സിന്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തിട്ടുണ്ടാവും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തിട്ടുണ്ടാവും. സോ ഈ ഒരു പോയിന്റ് വായിച്ചാൽ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ തലക്കകത്ത് കത്തണം. ഓക്കെ, സി ഇത്രയും. നൗ ബാലൻസ് ഷീറ്റ് ഇസ് ദർ. അതിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വഴിയേ ചെയ്യും. ദെൻ ഡിബെഞ്ചർ ഹോൾഡർ ഓഫ് വൈ ലിമിറ്റഡ് വിൽ ബി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. വെച്ചോളൂ, വലിയൊരു 10 മിനിറ്റിന്റെ ഡിസ്കഷൻ അതിന് വരും. ജേർണലൈസ് ചെയ്യണം. ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഴയ ക്വസ്റ്റ്യൻ ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് സെയിം ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓൾസോ ഗീവ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഓക്കെ. എനിവേ, നേച്ചർ ഓഫ് പർച്ചേസ് ആണ് മനസ്സിലായി. ഇനി ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് മെത്തേഡ് ഫോളോ ചെയ്യണം. സോ ഞാനിത് മായ്ക്കുവാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ വായിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ
ഒരു സെക്കൻഡിനുള്ളിൽ തലക്കകത്ത് ഇതൊക്കെ മിന്നി മറിയണം. എപ്പോഴും നമ്മൾ എൻട്രി എഴുതുമ്പം ട്രാൻസ്ഫറർ കമ്പനീൻ്റെ എൻട്രി വേണം ആദ്യം എഴുതാൻ. സോ ഞാൻ എഴുതും ട്രാൻസ്ഫറർ കമ്പനി ബുക്സ് ഓഫ് ഇൻ ദ ബുക്സ് ഓഫ് എപ്പോഴും ആദ്യം നമ്മൾ ട്രാൻസ്ഫറർ കമ്പനീനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫറർ കമ്പനി ദാറ്റ് ഈസ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന്റെ ബുക്കിൽ ജേണൽ എൻട്രിയോ അല്ലെങ്കിൽ അക്കൗണ്ടോ നിങ്ങൾക്ക് വരാം ക്വസ്റ്റ്യൻ പറയുന്നത് പോലെ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് എടുത്ത് ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് എടുത്ത് മുന്നിൽ വെക്കുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിനെ നന്നായിട്ടൊന്ന് നോക്കുക. അസറ്റ് സൈഡിൽ ഏതൊക്കെ അസറ്റ് ഉണ്ട് എന്ന് നോക്കുക. അടുത്തത് നോക്കേണ്ടത് ഇതിൽ ടേക്ക് ഓവർ ചെയ്ത അസറ്റ് ഉണ്ടോ, ടേക്ക് ഓവർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ നോക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പ്രകാരം പറയുവാണെങ്കിൽ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അസറ്റിന്റെ എൻട്രി നമ്മൾ പാസ് ചെയ്യാൻ പോവാണ്. അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് എട്ടു എല്ലാ അസറ്റിന്റെ പേരും നമ്മൾ ഇവിടെ എഴുതും. ഏത് വാല്യൂല് എഴുതണം? ബാലൻസ് ഷീറ്റ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂല് എഴുതണം. ക്വസ്റ്റ്യനിൽ റിവൈസ്ഡ് വാല്യൂ ഉണ്ടെങ്കിൽ എഴുതാൻ പാടില്ല. ടേക്ക് ഓവർ ചെയ്താലും നോട്ട് ടേക്കൺ ഓവർ ആണെങ്കിലും എല്ലാ അസറ്റും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഇന്ന അസറ്റ് നോട്ട് ടേക്കൺ ഓവർ എന്നാണെങ്കിൽ, ഇപ്പൊ ലാൻഡ് നോട്ട് ടേക്കൺ ഓവർ ആണെങ്കിൽ കൂടെ ആ ലാൻഡിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, വെദർ ടേക്ക് ഓവർ ഓർ നോട്ട്. ക്യാഷിനൊരു എക്സംഷൻ ഉണ്ട്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ടേക്ക് ഓവർ ചെയ്താൽ മാത്രം ഏത് അക്കൗണ്ടിലോട്ട് ചെയ്താൽ മതി? റിയലൈസേഷൻ അക്കൗണ്ടിൽ. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ മിന്നി മറയണം. പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒന്നും എടുക്കാൻ ഇത്രയും കാര്യം തലക്കകത്ത് വേണം. ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പെന്നൊക്കെ താഴെ വെച്ച് താടിക്ക് കൈയും കൊടുത്ത് ഇതൊക്കെ ഓർമ്മിക്കണം എന്നല്ല. ഇതൊക്കെ ആ ഗ്ലിംസ് ഓഫ് സെക്കൻഡിൽ നിങ്ങളെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മറയണം. ഓക്കെ, സോ അത് ഓർമ്മിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ അസറ്റും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ അസറ്റും ഇങ്ങോട്ടേക്ക് എഴുതണം. ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിൽ കാണുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കിയാൽ എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റും വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റും കാണാം. നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിയാണ്. സോ വൈ ലിമിറ്റഡിന്റെ കോളം മാത്രം നോക്കുക. സ്റ്റുഡൻസ് എപ്പോഴും തെറ്റിക്കും. എക്സ് ലിമിറ്റഡിന്റെ എമൗണ്ട് അറിയാണ്ട് അവർ അതായിരിക്കും ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ നോട്ട് ദാറ്റ് പോയിന്റ്. വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ 1,35,000. പ്ലാന്റ് ആൻഡ് മെഷീനറി അതേ വാല്യൂ. ഫർണിച്ചർ എടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻവെന്ററി സൺഡ്രി ഡെറ്റർ ക്യാഷ് ആൻഡ് ബാങ്ക് ആൻഡ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് ഒരു കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റം ആണ്. സോ അതിൽ സംശയമൊന്നും വേണ്ട, അതും എടുക്കണം. സോ ഞാൻ ആ എൻട്രി ഇവിടെ പാസ് ചെയ്യാൻ പോവാണ്. ഞാൻ ആ എൻട്രി അവിടെ എഴുതിയിട്ടുണ്ട്. എൻട്രി എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് നോക്കുക. ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും എല്ലാ അസറ്റും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ക്യാഷിനും ബാങ്കിനും എക്സംഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഏറ്റെടുത്തില്ലയോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, നെക്സ്റ്റ് ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. ഇവിടെ ബുക്ക് വാല്യൂവിൽ തന്നെ എടുക്കണം. ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അസറ്റിൽ പറഞ്ഞ പോലെയല്ല, ടേക്ക് ഓവർ ചെയ്തത് മാത്രം ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി മാത്രം റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കണം. ദാറ്റ് ഓൾസോ ഇൻ ബുക്ക് വാല്യൂ. ഇൻഡിവിജ്വലി പേര് മെൻഷൻ ചെയ്യണം. സോ ഇവിടെ നമുക്ക് എത്ര ലാബിലിറ്റി ഉണ്ട് നോക്കിയിട്ട് അതിന്റെ എൻട്രി ഞാനിവിടെ എഴുതാം. ഓക്കെ, ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് നോക്കുക. വൈ ലിമിറ്റഡിന്റെ ലാബിലിറ്റി സൈഡ് നോക്കണം. വൈ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഓൺലി ടേക്ക് അതർ ലാബിലിറ്റീസ്. ദാറ്റ് ഇസ് 10% ഡിബെഞ്ചർ കാണാം. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. സൺഡ്രി ക്രെഡിറ്റർ ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അത് കറണ്ട് ലാബിലിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൊവിഷൻ ഫോർ ടാക്സ്. സോ അതെന്തായാലും എടുക്കണം. ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്തത് കാണാം. എമൗണ്ട് ഒക്കെ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, 1 crore 50 lakh 55 lakh 30 lakh and 2 crore 35 lakh ആണ് ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതും ഓർമ്മിക്കുക, ടേക്ക് ഓവർ ചെയ്തത് മാത്രം. അടുത്തത് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി ആണ്.
ഇത്രയും ചെയ്താൽ എന്തായിരിക്കും ഇഫക്റ്റ് എന്ന് ഞാൻ പറയാം. ഇത് ബാലൻസ് ഷീറ്റ് ഓഫ് വൈ ലിമിറ്റഡ് ആണ്. വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ഇത്രയും അസറ്റുകൾ, ഇത്രയും അസറ്റ് ഇവിടെ ക്ലോസ് ആയി. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇവിടെ എല്ലാ അസറ്റും ബാലൻസ് ഷീറ്റിൽ അതേ വാല്യൂവിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. സോ ഇറ്റ് ഈസ് ഓൾ ക്ലോസ്ഡ്. സോ നമ്മുടെ വൈ ലിമിറ്റഡിന്റെ ബുക്കിലെ അസറ്റ് ഒക്കെ ക്ലോസ് ആയി. ഇനി അസറ്റിനെ പറ്റി തിങ്ക് ചെയ്യേ വേണ്ട, ഇപ്പൊ തിങ്ക് ചെയ്യേണ്ട. ബട്ട് ഐ വിൽ ടെൽ യു ലേറ്റർ. ഒരു ചെറിയ പോയിന്റും കൂടെ അവിടെ നമുക്ക് വരും. ലാബിലിറ്റി ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി, ഏറ്റെടുത്ത ലാബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും. ഇനി ഏറ്റെടുക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ക്ലോസ് ചെയ്യാണ്ട് കിടക്കും. ഫോർ എക്സാമ്പിൾ ലോൺ ഉണ്ട് എന്ന് വെച്ചോ, ലോൺ ഇവർ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് വരൂല അല്ലേ, ഏറ്റെടുത്തത് മാത്രമല്ലേ വരൂ. അപ്പൊ ഏറ്റെടുക്കാത്ത സാധനം ക്ലോസ് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ബാക്കി ലാബിലിറ്റീസ് ഒക്കെ എന്തായിട്ടുണ്ടാവും, ക്ലോസ് ആയിട്ടുണ്ടാവും. ഇത്രയും 2 എൻട്രിയിൽ ഇഫക്റ്റ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. നൗ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നതെന്ന് അറിയാണ്ട് പഠിക്കുവാണെങ്കിൽ വളരെ ഈസി അല്ലോടോ എൻട്രീസ് പാസ് ചെയ്യാൻ. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി പുതിയ കമ്പനി അല്ലേ, ട്രാൻസ്ഫർ ഈ കമ്പനി ടു റിയലൈസേഷൻ ആണ് 5,50,00,000. 5,50,00,000. ഇനി ഇത് പേ ചെയ്യുന്ന എൻട്രി ഏത് മോഡിലാണ് പേ ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് ടു എക്സ് ലിമിറ്റഡ് 5,50,00,000. സോ ദിസ് ഇസ് ദ 2 എൻട്രി ഫോർ പർച്ചേസ് കൺസിഡറേഷൻ. ഇനി ഇതിനെ ഞാൻ പറയാം, ഈ ഒരു എൻട്രി പാസ് ചെയ്യുമ്പം ഈ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ ക്ലോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് ആണ്. ഇത് എക്സിന്റെ അടുക്കിൽ നിന്ന് വൈക്ക് കിട്ടുന്ന ഇക്വിറ്റി ഷെയർ ആണ്, റൈറ്റ്. ഇപ്പൊ എന്റെ പേര് സബ്ന അല്ലെ, ഞാനൊരു കമ്പനീന്റെ ഇക്വിറ്റി ഷെയർ സെയിം എക്സ് ലിമിറ്റഡിന്റെ ഷെയർസ് എനിക്ക് കിട്ടുവാണ്. ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് എൻ്റെ കയ്യിൽ ഷെയറിന്റെ സർട്ടിഫിക്കറ്റും പിടിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ദാറ്റ് ഇസ് മൈ ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്. അതെന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, ഞാൻ എന്തിലോ കൊണ്ട് ഞാൻ ഈ ഷെയറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതല്ലേ. സോ ഇതെന്താ, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അസറ്റ് അല്ലേ. അസറ്റിന് എന്ത് ബാലൻസ് ആണോ, ഡെബിറ്റ് ബാലൻസ്. സോ സെയിം ലോജിക് ഹിയർ ഓൾസോ. ഇത് എക്സ് ലിമിറ്റഡിന് ഷെയർ ആണ്, അത് വൈ ലിമിറ്റഡിന് കിട്ടുന്നതാണ്. സോ ഫോർ വൈ ലിമിറ്റഡ് ഇറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ ആണ്. സോ ഇത് ഇവിടെ ഉണ്ട്. ഇനി ഈ കിട്ടിയിരിക്കുന്ന ഇക്വിറ്റി ഷെയർ, പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ഇപ്പോഴും അവിടെ ക്ലോസ് ചെയ്യാണ്ട് കിടപ്പുണ്ട്. ബിക്കോസ് എക്സ് ലിമിറ്റഡ് ഇസ് ക്ലോസ്ഡ്, ബട്ട് ദിസ് തിങ് ഇസ് സ്റ്റിൽ ദർ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇപ്പോഴും വൈ ലിമിറ്റഡിന്റെ അടുത്ത് ഈ സാധനം ഉണ്ട് എന്ന് ഓർമ്മിക്കണം. ബട്ട് ഇത് നമ്മൾ ആർക്ക് കൊടുക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡറിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനും കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന എൻട്രി പാസ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ദാറ്റ് വഴിയേ പഠിക്കാം. എൻട്രിയിലെ സംശയം വേണ്ട, ഈ എൻട്രി നിങ്ങൾക്ക് അറിയാം, ഈ എൻട്രിയും അറിയാം. പർച്ചേസ് കൺസിഡറേഷന് 2 എൻട്രി. ഒന്നും തിരിയാത്ത ആൾക്കാർ ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഫോർത്ത് എൻട്രി. നൗ നെക്സ്റ്റ് എൻട്രി ഈസ്, ഇതിന് ഞാൻ ഒരു ബണ്ടിലായിട്ട് കൂട്ടാനാണ് എനിക്കിഷ്ടം. ഇത് രണ്ടും ഏകദേശം ഒരു കാറ്റഗറി, ഇത് രണ്ടും ഒരു കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ ഞാൻ എടുക്കുന്ന 2 സംഭവങ്ങളാണ്, 2 തിങ്സ് ആണ്. 1, നോട്ട് ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്. ഓക്കെ, ഏറ്റെടുക്കാത്ത അസറ്റ് ഇപ്പം എവിടെ ഉണ്ടാവും, ഈ ഒരു പൊസിഷനിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ഉണ്ടാവും. എന്തുകൊണ്ടാ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ടേക്ക് ഓവർ ചെയ്തതും നോട്ട് ടേക്ക് ഓവർ ചെയ്ത അസറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ഇവിടെ റൂള് പഠിച്ചത്. സോ നോട്ട് ടേക്ക് ഓവർ ചെയ്യാത്ത ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പം എവിടെ ഉണ്ടാകും, ബാലൻസ് ഷീറ്റിൽ ഇല്ല. ബാലൻസ് ഷീറ്റിൽ നിന്ന് അത് എങ്ങോട്ട് ചാടി, റിയലൈസേഷൻ അക്കൗണ്ട്. സോ അങ്ങനെയുള്ള ഒരു അസറ്റ് നമ്മൾ വിൽക്കണം. നമ്മളെ കമ്പനി അടക്കാൻ പോവുകയാണ്. സോ അടക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, പോട്ടെ, അത് അവിടെ കിടന്ന് നശിക്കട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ. വി വിൽ സെൽ ഇറ്റ് ആൻഡ് ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിക്കും. അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കും, റൈറ്റ്. സോ നോട്ട് ടേക്ക് ഓവർ ചെയ്ത അസറ്റ് വിൽക്കണം. വിൽക്കുമ്പോൾ ക്യാഷ് വരും. ഓക്കെ, അസറ്റിന്റെ ഒരിക്കലും നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അസറ്റ് അക്കൗണ്ട് ഓൾറെഡി റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇട്ട് ക്ലോസ് ചെയ്തു. സോ ഇവിടെ ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു റിയലൈസേഷൻ എഴുതണം.
ഇപ്പം ലാൻഡാണ് വിറ്റിട്ട് 50,000 കിട്ടിയതെങ്കിൽ ലാൻഡിന്റെ വാല്യൂ ഇവിടെ 1 crore 20 കിട്ടിയതെങ്കിൽ 1 crore 20 lakh കിട്ടിയതെങ്കിലും നിങ്ങൾ അതേ എമൗണ്ട് തന്നെ ഇവിടെ എഴുതേണ്ടത്. 1 crore 20 lakh 1 crore 20 lakh എത്രയാണോ ഇതിന്റെ ബുക്ക് വാല്യൂ 1,35,000. സോ നമുക്ക് നഷ്ടമാണ്. സോ ദർ ഇസ് എ ലോസ്. അതൊന്നും നിങ്ങൾ ബോദർ ചെയ്യാൻ പാടില്ല. യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ദിസ്. എത്രയാണോ വിറ്റ് കിട്ടുന്നത് അതിവിടെ എഴുതുക. അതിന്റെ ലാഭവും നഷ്ടവും നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി റിയലൈസേഷൻ അക്കൗണ്ടിൽ വരും. അത് നിങ്ങളൊന്ന് വരഞ്ഞു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പറയാം. ഇവിടെ അതും കൂടെ എഴുതി വരയുമ്പോൾ ബാക്കി കുട്ടികളെ തലക്കകത്തുനിന്ന് പുക പോകും. ഓക്കെ, സോ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 1 crore 20 lakh. സോ ഇതിൽ ലാഭവും നഷ്ടവും നിങ്ങൾ എവിടെയും കാണിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ബണ്ടിൽ എൻ്റെ അടുത്ത പ്രശ്നം നോട്ട് ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി ഉണ്ടെങ്കിൽ അത് പേ ചെയ്യണം. ഇവിടെ നോക്കി ഈ എൻട്രിയിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി മാത്രമേ എടുക്കുള്ളൂ. സോ നോട്ട് ടേക്ക് ഓൺ ഓവർ ലാബിലിറ്റി ഇപ്പോഴും ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ടാവും. ലാബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ അത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ ഇതൊന്നും ഇല്ല. അതൊക്കെ ഞാൻ റബ്ബ് ചെയ്യും. ഞാൻ ഗ്രീനിൽ എഴുതുന്ന മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. ഇത് നമ്മൾ ഓർഡർ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോട്ട് ടേക്കൺ ഓവർ ചെയ്ത ലാബിലിറ്റി ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യണം. ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ പേ ഓഫ് ചെയ്യുന്ന എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ. ബാലൻസ് ഷീറ്റിന്റെ വാല്യൂ എത്രയാണോ അതിവിടെ എഴുതാം. ഓക്കെ, 1 crore ആണെങ്കിൽ 1 crore എന്ന് എഴുതാം. 1 crore. ഓക്കെ, എന്നിട്ട് അടുത്ത എൻട്രി ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ക്യാഷ് ആ കൊടുക്കുന്നെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഓക്കെ, ഇപ്പൊ 1 crore ഉണ്ട്, അവർക്ക് കൊടുക്കുന്നത് 90 lakh ആണെങ്കിൽ നമുക്കിവിടെ ഒരു 10 ലക്ഷം ലാഭം കിട്ടി. റൈറ്റ്, 1 കോടി കൊടുക്കേണ്ടടുത്ത് ഞാൻ ക്യാഷ് ആയിട്ട് എത്രയാണ് കൊടുക്കുന്നത്? 1 കോടി കൊടുക്കേണ്ടടുത്ത് ഞാൻ ക്യാഷ് ആയിട്ട് എത്രയാണ് കൊടുക്കുന്നത്? 90 lakh. സോ എനിക്ക് 10 lakh, എനിക്ക് 10 lakh എന്ത് കിട്ടി? ലാഭം കിട്ടി. റൈറ്റ്, സോ അത് ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഏറ്റെടുക്കാത്ത ലാബിലിറ്റിയിൽ വരുന്ന പ്രോഫിറ്റും ലോസും നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ കേസിൽ നോ, ഈ കേസിൽ യു ഷുഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ എന്താ റിയലൈസേഷൻ എഴുതിയ? ബിക്കോസ് അസറ്റ് ഈസ് ഇൻ റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ ഏറ്റെടുക്കാത്ത അസറ്റ് ആണ്, അത് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ഇല്ല. സോ അതുകൊണ്ടാണ് അതേ നെയിം ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ക്രെഡിറ്ററിനെ പേ ഓഫ് ചെയ്യാനുള്ള എൻട്രി ഇവിടെ നിങ്ങൾ നോക്കി, ഇത് രണ്ടും പോയി, ഇത് ഡെബിറ്റ് ഇത് ക്രെഡിറ്റ്. സോ എൻട്രി ഡിബഞ്ചർ ടു ക്യാഷ് ടു റിയലൈസേഷൻ. അപ്പൊ ക്രെഡിറ്റർ ആണെങ്കിലും സെയിം. ഡിബഞ്ചറിന് പകരം ഇവിടെ ആരാക്കിയാൽ മതി? ഓക്കെ, താഴെ പോയി. സോ ഡിബഞ്ചറിന് പകരം ഇവിടെ ആരെ എഴുതിയാൽ മതി? ക്രെഡിറ്ററിന് എഴുതിയാൽ മതി. എൻട്രി സെയിം, ക്രെഡിറ്റർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ടു റിയലൈസേഷൻ. സോ ഈ മൂന്നാമത്തെ ബണ്ടിൽ ഈ 2 എൻട്രി ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയും ഏതൊക്കെ അസറ്റ് ആണ് ടേക്ക് ഓവർ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാത്തത്. ഇവിടെ ഇത് രണ്ടും ഇല്ല. സോ ഈ മൂന്നാമത്തെ സെറ്റ് ഇവിടെ ഇല്ല. സോ അത് ഓർമ്മിക്കണേ. ഓക്കെ, അടുത്തത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത്രയും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അടക്കം മനസ്സിലൂടെ ഓടി ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത എൻട്രി പാസ് ചെയ്യണം. അടുത്ത എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പേ ചെയ്യലാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന്റെ പേയ്മെന്റ് ആണ്. സോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ പോവുക. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിവിടെ എഴുതുക. 60 ലക്ഷമാണ്. സോ എഴുതി ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കൊടുക്കണം 60 ലക്ഷം. ഓക്കെ, ഇവിടെ ഒന്നും പറയുന്നില്ല. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഈസ് എ ഷെയർ ഹോൾഡർ. അയാൾക്ക് പർച്ചേസ് കൺസിഡറേഷൻ ത്രൂ ആണ് ഇതിന്റെ പേയ്മെന്റ് പോകുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ മീൻസ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. സോ ഈ 60,000 ഏത് മോഡിലാണോ പേയ്മെന്റ് പോകുന്നത്? 60 lakh ആണ്.
60 lakh. So shares in X Limited. Clear ആണല്ലോ? Okay. ടോട്ടൽ 5,50,00,000 ഇക്വിറ്റി ഷെയർസ് എക്സ് ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 60 ലക്ഷം ഇപ്പം ആർക്ക് കമ്പനി കൊടുത്തു? വൈ ലിമിറ്റഡ് ആർക്ക് കൊടുത്തു? പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കൊടുത്തു. ഇനി ഇവിടെയും കൊടുത്തതിൽ എന്തെങ്കിലും കുറവ് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. 60 ലക്ഷം പേ ചെയ്യാനും കൊടുത്തത് 70 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ഇവിടെ വരും, അത് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് പോകണം. അതേപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിൽ ടു റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് പോകണം. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു എൻട്രിയും കൂടെ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അവിടെ വിസിബിൾ ആണോ എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ആദ്യം ഈ മുഴുവൻ എൻട്രിയും നിങ്ങൾ ഇവിടെ പാസ് ചെയ്യണം. ഈ ഫുൾ എൻട്രി റിയലൈസേഷനിൽ ടു ലാൻഡ്, ടു പ്ലാന്റ് ആൻഡ് മിഷനറി ഞാൻ എഴുതില്ല, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ ഇടും. ഇത് മുഴുവൻ ഇവിടെ വരണം. ഓക്കെ, ഇനി അടുത്ത ഇത് ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, ഇവിടെ മുഴുവൻ ലാബിലിറ്റീസും ഇവിടെ വരണം. ബൈ 10% ഡിബെഞ്ചർ, ബൈ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഓക്കെ, ലൈക്ക് ദാറ്റ് യു ഷുഡ് ടേക്ക് ഇറ്റ് ഹിയർ ഓൾസോ. പിന്നെയോ റിയലൈസേഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടെയും ബൈ സെഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പർച്ചേസ് കൺസിഡറേഷനും കാണിക്കും. ഓക്കെ, വേറെ ഒന്നും ഈ ഒരു കണക്കിലില്ല. ഇതിന് ശേഷം ഈ റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആണെങ്കിൽ ഇവിടെ ബാലൻസ് കിട്ടും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ബാലൻസ് കിട്ടും. ശ്രദ്ധിച്ചോ, ഇവിടെ ഞാനൊരു പോയിന്റ് പറയാൻ പോവാം. ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് അവിടെ വരച്ചിട്ടുണ്ട്. ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, പർച്ചേസ് കൺസിഡറേഷന്റെ എൻട്രി. ഈ അക്കൗണ്ടിൽ എന്താ നടക്കുന്നത് നോക്കണേ. ഓക്കെ, ഇത് എക്സ് ലിമിറ്റഡ് എന്ത് ഇവിടെ വേറെ ഒന്നുമില്ല, ഈ ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന് ഇത്രയും പൈസ കൊടുക്കുന്നു, 5,50,00,000. അതിന് പകരം അവരെന്ത് ഏറ്റെടുക്കുന്നു? അസറ്റ്സും ലാബിലിറ്റീസും. ഈ അസറ്റും ഈ ലാബിലിറ്റിയും ഏറ്റെടുത്തതിന് പകരം they are giving this 5,50,00,000. അപ്പൊ ഇതിലും നഷ്ടവും ലാഭവും ഉണ്ടാവാം. സോ ഇത് ആര് സഹിച്ചോളണം മക്കളെ? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഈ കേസിലാണെങ്കിൽ ഇവിടെ കൂടുതലാണ്, ഇവിടെ 8,35,000 സംതിങ് വരും. ആൻഡ് ഹിയർ നിങ്ങൾ ബാലൻസ് ചെയ്ത 50 ലക്ഷം വരും. സോ ഈ നഷ്ടം ആരുടെ അക്കൗണ്ടിലോട്ട് പോകും? ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ടിലോട്ട് പോകണം. സോ അതിൻ്റെ എൻട്രി നിങ്ങൾ ഇവിടെ എഴുതണം. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 50 ലക്ഷം. ഓക്കെ, സോ ദിസ് ഈസ് ലോസ്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ അല്ലേ മക്കളെ? ഇനി ഞാൻ അതിന്റെ ബാക്കി എൻട്രി എഴുതാൻ പോവാണ്. സോ ബാക്കി എൻട്രി എഴുതാൻ ഞാൻ ഇതിവിടെ റബ് ചെയ്യണേ. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് അഗെയിൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ ഇനി ബാക്കി കിടക്കുന്നത് ഫിക്ടീഷ്യസ് അസറ്റ്സ് ഒന്നുമില്ല. ഇനി ബാക്കി കിടക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ കാണാം. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്ന ജനറൽ റിസർവ്, ഡെവലപ്മെന്റ് റിസർവ്, ദെൻ വേറെന്ത് റിസർവ് അല്ലാടുള്ള ഡെവലപ്മെന്റ് അലവൻസ് റിസർവ്, PNL അക്കൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്. ഇത്രയും കാര്യം ക്ലോസ് ആവാണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഞാൻ അതിനൊക്കെ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് ഇതൊക്കെ ആര് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബിക്കോസ് ദീസ് ഓൾ ബിലോങ്സ് ടു ഹൂം? ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഇതൊക്കെ കൊടുക്കണം. അപ്പൊ കമ്പനി പൂട്ടി കെട്ടാൻ പോകുമ്പോൾ ഈ ബാലൻസ് ഒക്കെ നമ്മൾ ആരോടത്തേക്ക് കൊടുക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ടിലോട്ട് എൻട്രി ചെയ്യണം. അതാണ് നെക്സ്റ്റ് എൻട്രി. സി, ഞാൻ ഇവർക്ക് അവകാശപ്പെട്ടതൊക്കെ ഇവർക്ക് കൊടുത്തപ്പം 5 കോടി ഇത്രയും സാധനങ്ങൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ 5,40,00,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വൈ ലിമിറ്റഡിൽ അവകാശമുണ്ട്. ബട്ട് ഇതിൽ എത്ര നഷ്ടം വന്നു, ലോസ് വന്നു? 50 ലക്ഷം. ഓക്കെ, ഈ 5,40,40,000 നിങ്ങൾ 50 ലക്ഷം ഒന്ന് കുറച്ച് നോക്കിയേ.
കുറച്ച് നോക്കിയേ. യു വിൽ ഗെറ്റ് 4 കോടി, സോറി ഇറ്റ് ഇസ് 5 crore 40 lakhs. കാരണം തെറ്റിന്ന് തോന്നുന്നു, റിപ്പീറ്റിംഗ്. 5 crore 40 lakhs ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കാനുണ്ട്. ഓക്കെ, വൈ ലിമിറ്റഡിന്റെ ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് ജനറൽ റിസർവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഇത്ര ക്ലെയിം ചെയ്യാം. ഇതിൽ ഇത്ര ലോസ് വന്നു, റൈറ്റ്? ഇത്ര ഉണ്ട് ഇവർക്ക് കൊടുക്കണ, ഇത്ര ലോസ് വന്നു. ബാക്കി എത്ര ഉണ്ട് നോക്കിയേ, 4 കോടി 90 ലക്ഷം ഉണ്ടാവും. 5 കോടി 40 ലക്ഷം ക്ലെയിം ചെയ്യും. ബട്ട് ദേ ഹാവ് എ ലോസ് ഹിയർ 50. അപ്പോൾ ലോസ് മൈനസ് ചെയ്താൽ 4 കോടി 90 ലക്ഷം ഇവർക്ക് വൈ ലിമിറ്റഡിൽ നിന്ന് കിട്ടണം. ഓക്കെ, അടുത്തത് പേയ്മെന്റ് ചെയ്യുന്ന എൻട്രിയാണ്. നിങ്ങളൊന്നും നോക്കണ്ട, ഇത് വെറുതെ അവിടെ വെച്ചു. നിങ്ങൾ ഇനി നെക്സ്റ്റ് എഴുതേണ്ടത് പേ ചെയ്യുന്ന എൻട്രി. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു. എങ്ങനെയാ അവർക്ക് പേയ്മെന്റ് നടത്തുന്നത്? ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. ഓക്കെ, സ്വാഭാവികമായിട്ടും കുട്ടികൾ വരുത്തുന്ന തെറ്റ്, കുട്ടികൾ ഇത് ഇവിടെ കിടക്കുന്ന 5,50,000 ഉണ്ടല്ലോ, പർച്ചേസ് കൺസിഡർ 5 കോടി 50 ലക്ഷം ഉണ്ടല്ലോ, അത് ഇവരിവിടെ കൊണ്ടുവന്ന് എഴുതും. ഓക്കെ, അങ്ങനെ എഴുതരുത്. ബിക്കോസ് ഇത് ഈ ഒരു 5 കോടി 50 ലക്ഷം ആർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എത്ര പോയിട്ടുണ്ട്? അതിൽ നിന്ന് 60 ലക്ഷം. 5 കോടി 50 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡിൽ പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ട്. അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഓൾറെഡി എത്ര പോയി? 60 ലക്ഷം പോയിട്ടുണ്ട്, റൈറ്റ്? സോ അത് കഴിഞ്ഞ് ബാക്കി, അപ്പം മൊത്തം 5 കോടി 50 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 60 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡർ കൊണ്ടുപോയി ആണെങ്കിൽ ബാക്കി എത്ര? ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്ക്. മൈനസ് ചെയ്താ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 കോടി 90 ലക്ഷം തന്നെ കിട്ടും. അത് തന്നെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, അവർക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അതെങ്ങനെ ചെയ്താലും, തല തിരിച്ച് ചെയ്താലും മറിച്ച് ചെയ്താലും ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് ടാലി ആയിട്ടുണ്ടാവും. ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ കണക്ക് തെറ്റാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണാം. ഓക്കെ, സ്ക്രീൻഷോട്ടിൽ ഈ ഒരു എൻട്രി അവിടെ പോസ്റ്റ് ചെയ്തത് കാണാം. ഓക്കെ, ബൈ സൈഡിൽ കാണാലോ, ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ജനറൽ റിസർവ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ റിയലൈസേഷന്റെ ലോസ് കാണാം, റൈറ്റ്? പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത 4 കോടി 90 ലക്ഷവും അവിടെ കാണാം. അതിട്ട് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ടാലി ആവും. ബാലൻസിങ് ഫിഗർ എടുത്തുകൊണ്ടോന്ന് ഇവിടെ എഴുതരുത്. നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാണ് ഇതെങ്ങനെ വന്നു. ഓക്കെ, ഇനി ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അത്രയും പിന്നെയും മൈനസ് വരും. ഇതൊക്കെ അവർക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്. ഫിക്ടീഷ്യസ് അസറ്റ് ലോസ് അല്ലേ? സോ ഈ ലോസ് മൈനസ് ചെയ്ത പോലെ തന്നെ ഫിക്ടീഷ്യസ് അസറ്റും ലോസ് മൈനസ് ചെയ്യണം. ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്ര കിട്ടാനുണ്ട്, അതിൽ ഇത്ര ലോസ്, ഫിക്ടീഷ്യസ് അസറ്റും ലോസ്, അപ്പൊ അതും ലോസ്, അപ്പൊ ഇനി എത്ര? അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, വേണമെങ്കിൽ എക്സ് ലിമിറ്റഡിന്റെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന്റെയും അക്കൗണ്ട് വരാം. ദാറ്റ് ഈസ് അപ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയാം. വീഡിയോ ലെങ്തി ആയിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ യൂസ്ഫുൾ ആവുന്നവർ കണ്ടോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാപ്പി ഫോർ മീ. ഓക്കെ, ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാം. നൗ വി വിൽ മൂവ് ടു ദ journal entries in the book of transferee company under purchase method. ഈ ഒരു സാധനം എല്ലാ മെത്തേഡിലും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. ട്രാൻസ്ഫർ കമ്പനിയിൽ pulling off interest method ആയിക്കോട്ടെ, purchase method ആയിക്കോട്ടെ, no difference. You have to follow the same thing which I explained. But in the books of transferee company രണ്ടും different ആണ്. pulling off interest method is different, purchase method is different. So let's see the journal entries in the book of transferee company. Okay, purchase method ചെയ്യുമ്പോൾ ട്രാൻസ്ഫറീ കമ്പനീൻ്റെ ബുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഇവിടെ ഞാൻ എഴുതാണ്. ഒന്നാമത്തെ എൻട്രി എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്? ഒന്നാമത്തെ എൻട്രിയിൽ റിവൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതേ എടുക്കാൻ പാടുള്ളൂ. ബുക്ക് വാല്യൂ ലാസ്റ്റ് ചോയ്സ് ആണ്. ഇതില്ലെങ്കിൽ ബുക്ക് വാല്യൂ. ടേക്ക് ഓവർ ചെയ്ത അസറ്റുകൾ മാത്രമേ ഇതിനകത്ത് കാണാൻ പാടുള്ളൂ. ടേക്ക് ഓവർ ചെയ്ത അസറ്റുകൾ മാത്രം. 2. ഓക്കെ, അത് ഓർമ്മിച്ചാൽ മതി. രണ്ടാമത്തെ പോയിന്റ്,
നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് SR എന്ന് എഴുതുവാണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടി വരും. 3, ഏതെങ്കിലും ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലേബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ആയിട്ട് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ആയിട്ട് ടു ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ട് ആയിട്ട് ടു ക്യാഷ്. സോ ആ ഒരു എൻട്രി പാസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫോർമേഷൻ എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് അങ്ങനെ പറയുന്ന ഐറ്റംസും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് മെയിൻ പോയിന്റ്. റിവൈസ്ഡ് വാല്യൂ ടേക്ക് ഓവർ ചെയ്തത് മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ പ്രോബ്ലം. ചെയ്യുമ്പോൾ again you have to take the balance sheet എടുക്കണം. ബിക്കോസ് ഇവിടെ എക്സ് ലിമിറ്റഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനിയാണ്. സോ എക്സ് ലിമിറ്റഡിന് ഓൾറെഡി അസറ്റ് ഉണ്ടാവുന്നുള്ള ബോധം വേണം. സോ ഞാൻ ഇവിടെ ബിസിനസ് പർച്ചേസിന്റെ എൻട്രി ആണ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് പർച്ചേസ്. സോ എക്സ് ലിമിറ്റഡിന്റെ വ്യൂവിൽ കാണുക, എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിലോട്ട് വൈ ലിമിറ്റഡിന്റെ അടുത്തുനിന്ന് അസറ്റ് ഇതാ വരികയാണ്. അസറ്റ് ഇപ്പുറത്തെ സൈഡിൽ, ഞാൻ പഴയ മോഡല്. സോ അസറ്റ് ഇതാ വരികയാണ്. സോ ലാബിലിറ്റി ഇതാ ഇവിടെ വരികയാണ്. റൈറ്റ്. സോ എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിലേക്ക് ടേക്ക് ഓവർ ചെയ്ത അസറ്റും ലാബിലിറ്റിയും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അവിടെ കൊണ്ട് കാണിക്കണം. റൈറ്റ്. സോ അസറ്റ് വരികയാണ്. സോ അസറ്റ് വരിക എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ആണ്. സോ അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. സോ വരുന്ന അസറ്റുകൾ ടേക്ക് ഓവർ ചെയ്ത് വൈ ലിമിറ്റഡ് എന്ന് വരുന്ന അസറ്റുകളുടെ പേര് 1 by 1 ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞ് 1 by 1 ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതേപോലെ ലാബിലിറ്റിയും ടു ലാബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബിക്കോസ് വി ആർ ഇൻകോർപ്പറേറ്റിംഗ്. അതിപ്പോൾ അതേപടി അതിന്റെ ബാലൻസ് എന്താണോ അതേപടി ഇവിടെ കാണിക്കാം. ലാബിലിറ്റിയും 1 by 1 ഇവിടെ മെൻഷൻ ചെയ്യണം. രണ്ടും റിവൈസ്ഡ് വാല്യൂ ഇന്ന വാല്യൂല ഏറ്റെടുക്കുന്നതെന്ന് പറയുവാണെങ്കിൽ ഇന്ന വാല്യൂ ഇവിടെ എഴുതണം. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ബുക്ക് വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് നോക്കാം. റിവൈസ്ഡ് വാല്യൂ ഇല്ല, ഇവിടെ ബുക്ക് വാല്യൂ ആണ്. സോ അസറ്റിന്റെ പേര് യു ഹാവ് ടു മെൻഷൻ 1 by 1. സോ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയേണ്ടത് 000 ആണ്. എനിവേ നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കി എഴുതുക. ബിക്കോസ് ദർ ഇസ് നോ റിവൈസ്ഡ് വാല്യൂ. ടേക്ക് ഓവർ ചെയ്തിനോ 100 പ്രാവശ്യം ചോദിച്ചിട്ട് ടേക്ക് ഓവർ ചെയ്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ഈ കമ്പനീന്റെ ബുക്കിലോട്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, മെയിൻ പോയിന്റ്. ടേക്ക് ഓവർ ചെയ്താൽ മാത്രം. ഇവിടെ ഇതൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി. റിസർവ്സ് ഒന്നും എടുക്കാൻ പാടില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, അറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചു മാത്രം. അപ്പൊ നമ്മൾ അസറ്റ്സ് ലാബിലിറ്റീസ് ഒക്കെ ഇങ്ങോട്ട് എടുത്തു. എവിടെയാ ബാലൻസ് വരിക? ഇത് ആഡ് ചെയ്താൽ ഇവിടെ ആയിരിക്കും കൂടുതൽ വരിക. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ബാലൻസിങ് ഫിഗർ വരികയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതണം. ഇനി മേള ബാലൻസ് ഫിഗർ വരുവാണെങ്കിൽ ഇവിടെ ഗുഡ് വിൽ എന്ന് എഴുതണം. അതെന്ത് വന്നാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ, സോ ബാലൻസിങ് ഫിഗറിന് എഴുതുക. ബാലൻസിങ് ഫിഗർ യു വിൽ ഗെറ്റ്. അയ്യോ, ഒരു കാര്യം എഴുതാൻ മറന്നു, ഇത് കിട്ടൂല കേട്ടോ. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ഹിയർ ലിക്വിഡേറ്റേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് അല്ലേ. വൈ ലിമിറ്റഡിന്റെ ലിക്വിഡേറ്റേഴ്സിന് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷനും കൂടെ ഇവിടെ എഴുതാം. അതിനുശേഷം യു ബാലൻസ് ഇറ്റ്. ഓക്കെ, സോറി മറന്നതാ. സോ അതിനുശേഷം യു ബാലൻസ് ഇറ്റ്. ദെൻ യു വിൽ ഗെറ്റ് ഇവിടെ തന്നെയാ വരിക. ഇവിടെയാണെങ്കിൽ യു വിൽ റൈറ്റ് ഹിയർ ക്യാപിറ്റൽ റിസർവ്. ഇത് താഴെ ആയിപ്പോണ്ടൊന്നുമില്ല, ബട്ട് നമ്മുടെ ഒരു സുഖമാണ്. അത് ഏറ്റവും താഴെ ലിക്വിഡേറ്റേഴ്സിനെ കാണുന്നത്. എന്തല്ലേ എഴുതി കോണിയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 50 lakh കിട്ടും. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ഗുഡ് വിൽ ആണ്. ഇവിടെയാണെങ്കിൽ ഗുഡ് വിൽ, ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ ആണേ. ഓക്കെ, ഇനി അടുത്തത് ഇത് ചെയ്ത ഉടനെ രണ്ടാമത്തെ എൻട്രി ഇത് പേ ചെയ്യുന്ന എൻട്രി ആയിരിക്കണം. അപ്പോൾ ഇവരെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. സോ ഇവിടെ അവർക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. സോ യു ആർ ഗോയിങ് ടു വൈ ലിമിറ്റഡ് 5 lakh. നല്ല മഴയുണ്ട്, ബട്ട് എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് എങ്ങനെയാ പേ ചെയ്യുന്നത്? ഷെയർ ആയിട്ട് അല്ലേ. ഞാനിവിടെ എഴുതാൻ പോവാണ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. ഓക്കെ, ഒരിക്കലും എഴുതാൻ പാടില്ല. ഇത് ആരുടെ ബുക്കാണോ? ട്രാൻസ്ഫറി കമ്പനീൻ്റെ ബുക്കാണ്. ഇവർക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ
ഇവർക്ക് അത് ഷെയർ ക്യാപിറ്റൽ അല്ലേ? അല്ലേ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നല്ലേ ഇവർ ഷെയർ ഇഷ്യൂ ചെയ്യുവാണ് ആർക്ക്? വൈ ലിമിറ്റഡിന് ആസ് പർച്ചേസ് കൺസിഡറേഷൻ. ഫോർ ദിസ് പീപ്പിൾ ഇത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. സോ ഒരിക്കലും ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് എന്ന് എഴുതി പോരുത്, കാരണം നമ്മൾ മുന്നേ എഴുതിക്കൊണ്ട് വന്നതാണ്. അവർക്കത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബട്ട് ഫോർ ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ ഫോർ എക്സ് ലിമിറ്റഡ് ഇത് എന്താണ്? അവരുടെ ഷെയർ ക്യാപിറ്റൽ ആണ്. സോ ടു ഷെയർ ക്യാപിറ്റൽ എഴുതണം. ഓക്കെ, പ്രീമിയം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കണം. അപ്പോൾ ഇവിടെ പ്രീമിയം കാര്യമൊന്നും ഇല്ലായിരിക്കാം. 5,50,000. ഓക്കെ, ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ഏറ്റെടുത്ത ലാബിലിറ്റി. ഈ ഏറ്റെടുത്ത ലാബിലിറ്റിയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻട്രി എഴുതണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാബിലിറ്റി പേ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് പേ ചെയ്യുന്ന എൻട്രി എഴുതണം. കമ്മിങ് ടു ദ പോയിന്റ്, സീ ദ ക്വസ്റ്റ്യൻ്റെ ആ പാർട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഓക്കെ, ഡിബെഞ്ചർ ഹോൾഡർ ഓഫ് വൈ ലിമിറ്റഡ് വിൽ ബി ഇഷ്യൂഡ് ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ്. ഡിബെഞ്ചേഴ്സ് ഓഫ് വൈ ലിമിറ്റഡിന്റെ ഡിബെഞ്ചറിന് എക്സ് ലിമിറ്റഡിന്റെ ഷെയർ ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ എൻട്രി ട്രാൻസ്ഫറർ കമ്പനിയിൽ എഴുതിയില്ല? അവിടെ പറയേണ്ടതായിരുന്നു, എൻ്റെ അടുത്ത് മറന്നു. എന്തുകൊണ്ട് ഈ ഒരു എൻട്രി ട്രാൻസ്ഫറർ കമ്പനിയിൽ വന്നില്ല? ഡിബെഞ്ചർ ഡിസ്ചാർജ് ചെയ്യുന്ന എൻട്രി. കാരണം ഡിബെഞ്ചർ വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിനകത്തായിരുന്നു ഈ ഡിബെഞ്ചറായ 1 കോടി ഉണ്ടായിരുന്നത്. അല്ലെ, ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഡിബെഞ്ചർ എവിടെ ഉണ്ടായ? വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ. ഞാൻ ആ ഡിബെഞ്ചറിന് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. അല്ലെ, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ കാണാം. കണ്ടല്ലോ, അവിടെ പറയേണ്ടതായിരുന്നു. എൻ്റെ അടുത്ത് മറന്നു. സോ ആ ഒരു സംഭവം വൈ ലിമിറ്റഡിന്ന് ക്ലോസ് ആയി പോയിട്ടുണ്ടല്ലേ. ഇതിന്റെ ക്രെഡിറ്റ് ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് ബാലൻസും റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. സോ ഇറ്റ് ഇസ് ക്ലോസ്ഡ്. വൈ ലിമിറ്റഡിന്റെ കയ്യിൽ ഒരു ഡിബെഞ്ചറേ ഇല്ല. ദേ ക്ലോസ്ഡ് ഇറ്റ് ബിക്കോസ് അത് ആര് ഡേറ്റ് എടുത്തിട്ടുണ്ട്? എക്സ് ലിമിറ്റഡ്. അപ്പം ഇപ്പൊ ഡിബെഞ്ചർ ആരുടെ കയ്യിലുള്ള? എക്സ് ലിമിറ്റഡിന്റെ അടുത്ത്. അപ്പൊ എക്സ് ലിമിറ്റഡിന്റെ അടുത്തുള്ള ഒരു ഡിബെഞ്ചർ ആര് തന്നെ പേ ഓഫ് ചെയ്തിട്ടുണ്ടാവും? എക്സ് ലിമിറ്റഡ്. അതുകൊണ്ടാണ് വൈ ലിമിറ്റഡിനകത്ത് ആ എൻട്രി വരാണ്ടിരുന്നത്. ബിക്കോസ് ആ ഡിബെഞ്ചർ ആര് ഏറ്റെടുത്ത് കൊണ്ടുപോയി? എക്സ് ലിമിറ്റഡ്. സോ ഡിബെഞ്ചർ പേ ചെയ്യുമ്പോഴുള്ള എൻട്രി ഡിബെഞ്ചർ അക്കൗണ്ട് എറ്റർ ടു ഏത് ഡിബെഞ്ചർ ആണോ? ഈ ഡിബെഞ്ചർ ആണ് പേ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് ഏറ്റെടുത്ത വൈ ലിമിറ്റഡിന്റെ ഈ ഡിബെഞ്ചർ എക്സ് ലിമിറ്റഡ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഡിബെഞ്ചർ അക്കൗണ്ട് എറ്റർ ടു ഡിബെഞ്ചർ ഹോൾഡർ. ഡിബെഞ്ചറിന്റെ പേര് എഴുതാം. 10% ഡിബെഞ്ചർ 1 കോടി 1 crore. എങ്ങനെയാ ഡിബെഞ്ചർ ഹോൾഡറിന് പേ ചെയ്യുന്ന? ഡിബെഞ്ചർ ഹോൾഡറിന് ഇത് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞ ഇക്വിറ്റി ഷെയറാ? യെസ്, ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് അത് ക്യാപിറ്റൽ ആണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 crore. 1 crore. ഓക്കെ ആണേ. ഓക്കെ, വെച്ചിട്ട് നിർത്തിയിട്ട് പോകരുത്. ബാലൻസ് ഷീറ്റ് മനസ്സിലായി എന്ന് വിചാരിച്ച് നിർത്തിയിട്ട് പോകരുത്. മനസ്സ് ഞാൻ എടുക്കുന്നത് തിരിയുന്നില്ലെങ്കിൽ ഇപ്പോൾ ഓഫാക്കിയിട്ട് വിട്ടോ. ഇനി അല്ല തിരിഞ്ഞ് എനിക്കിതൊക്കെ അറിയാന്നുള്ള ഇതിൽ പോവല്ലേ. വെയിറ്റ് ദർ. നൗ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വല്ലതും ഉണ്ടോയെന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കണം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഏതൊക്കെയാണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായി. അയ്യോ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോക്കകത്ത്. സോ ഇപ്പം ഇവിടെ വരും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഏതൊക്കെയാണെന്നുള്ള സ്ക്രീൻഷോട്ട്. വന്നാ ഭാഗ്യം. എനിക്ക് അത് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് മറന്നു പോന്നു കേട്ടോ. സോ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇവിടെ വരുന്നത് ഡെവലപ്മെന്റ് റിസർവ് ആണ്. ഡെവലപ്മെന്റ് അലവൻസ് റിസർവ് അങ്ങനെ വല്ല പേരും ഉണ്ടാവും. സോ ഡെവലപ്മെന്റ് റിസർവ് ആണ്. സോ അതെന്ത് ചെയ്യാം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഇവിടെ പീരീഡ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഡെവലപ്മെന്റ് റിസർവ് ആണ്. റിസർവിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ വി ആർ ഗോയിങ് ടു ഇൻകോർപ്പറേറ്റ് ഇറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ 2 എന്ന് എഴുതണം. ഏത് അക്കൗണ്ടിൽ? അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വരും. എത്രയുടെ എമൗണ്ട്? എത്രയാണ് ഡെവലപ്മെന്റ് റിസർവിൻ്റെ? 2,25,000.
40 lakh. ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവും കൂടെ ഉണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്. എത്ര എമൗണ്ട്? 15 ലക്ഷം. സോ ടോട്ടൽ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് 55 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇത്രയും വർക്ക് ചെയ്താൽ നിങ്ങളുടെ കഴിഞ്ഞ. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി, നമ്മുടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി. ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണ്, അപ്പോൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എൻ്റർ ടു ക്യാഷ് എന്ന് വരും. പ്രിലിമിനറി എക്സ്പെൻസ് ആണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് എൻ്റർ ടു ക്യാഷ് എന്ന് വരും. ഇവിടെ അതൊന്നുമില്ല. ഇനി ശ്രദ്ധിച്ചോ മക്കളെ, ഞാൻ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പറയാൻ പോവാണ്. സോ ബാലൻസ് ഷീറ്റ് പറയാൻ പോവാണ്. സോ ഞാൻ ബാലൻസ് ഷീറ്റ് ഇവിടെ എഴുതുവാണ്. ഐഡിയ പറയാം. ഓൾറെഡി എക്സ് ലിമിറ്റഡിന് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. ഓക്കെ, ലാൻഡ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ലാൻഡ് അവിടെ ഇല്ലേ? എടുത്തു നോക്കണം. ആ ഒരു എമൗണ്ട് എന്തായാലും ഇവിടെ എഴുതിയിരിക്കണം, പ്ലസ് ഇവിടെ. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതുമ്പോൾ എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ പ്ലസ് ഇത്. എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ 2,15,00,000 കാണാം. എല്ലാവരും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. എക്സ് ലിമിറ്റഡിന്റെ ഓൾറെഡി എക്സ് ലിമിറ്റഡിന്റെ അടുത്ത് 2,15,00,000 ലാൻഡ് ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ എത്രയും വന്നു? 1,35,00,000. സോ രണ്ടും പ്ലസ് ചെയ്യണം. അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൾറെഡി എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിലുള്ളത് പ്ലസ് ഇത്. അതേപോലെ ഫർണിച്ചർ, അതേപോലെ ഇത്, അതേപോലെ ഇത്, അതേപോലെ ഇത്, അതേപോലെ ഇത്. ഓക്കെ, സോ രണ്ടും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് എഴുതണം. ഓൾറെഡി ഉള്ളതും ഇപ്പൊ കിട്ടിയതും. ഓക്കെ, സെയിം ആസ് ദ കേസ് ഓഫ് ഡിബഞ്ചർ, സോറി ലാബിലിറ്റി. ലാബിലിറ്റിയിൽ പ്രധാന പോയിന്റ് മക്കളെ, ഇപ്പോൾ ഈ ഡിബഞ്ചർ നമ്മുടെ കയ്യിലില്ല. ഈ ഡിബഞ്ചർ ഓൾറെഡി ക്ലോസ് ചെയ്തു, കൊടുത്തു. സോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ ക്രെഡിറ്റും ഇവിടെ ഡെബിറ്റും ആണ്. സോ രണ്ടും ക്ലോസ് ചെയ്തു. സോ എടുത്തെഴുതുമ്പോൾ ഇത് എടുത്തെഴുതി പോവരുത്. ഓക്കെ, സോ ലാബിലിറ്റിയിൽ ഡിബഞ്ചറിൽ നമ്മൾ ആരുടെ മാത്രമേ എഴുതാൻ പാടുള്ളൂ? എക്സ് ലിമിറ്റഡിന്റെ. ബിക്കോസ് വൈ ലിമിറ്റഡിന്റെ ഡിബഞ്ചർ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റ് രണ്ടുപേരുടെ, എക്സ് ലിമിറ്റഡിന്റെ എഴുതണം, വൈ ലിമിറ്റഡിന്റെ അടുത്ത് എടുത്തതും എഴുതണം. എപ്പോഴും ഈ ഒരു എൻട്രി നോക്കിയിട്ട് വേണം ബാലൻസ് ഷീറ്റ് എഴുതാൻ. ബാലൻസ് ഷീറ്റിൽ എക്സ് ലിമിറ്റഡ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിന്ന് എന്തൊക്കെ ഏറ്റെടുത്തതെന്ന് ഈ ഒരു എൻട്രി നോക്കണം. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് രണ്ടും അപ്പടെ ആഡ് ചെയ്ത് എഴുതരുത്. ബിക്കോസ് സം ക്വസ്റ്റ്യനിൽ റിവൈസ്ഡ് വാല്യൂ ഒക്കെ ഇവിടെ എഴുതണ്ട. സോ ഈ ഒരു എൻട്രി നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഫിക്സഡ് ഡിപ്പോസിറ്റ് രണ്ടും ആഡ് ചെയ്യുക. ക്രെഡിറ്റർ 2 പേർക്കും ഉണ്ടെങ്കിൽ രണ്ടും ആഡ് ചെയ്യണം. അതേപോലെ ഇതൊക്കെ, ഇതും അതുപോലെ, ഇതും അതുപോലെ, ഇതും അതുപോലെ. ഓക്കെ, നൗ ഓക്കെ, ഇനി ക്യാപിറ്റൽ റിസർവ്. ഈ ക്യാപിറ്റൽ റിസർവ് കാണിക്കണം, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കണം. ഓക്കെ, ഇനി സോ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഈ ക്യാപിറ്റൽ റിസർവ് വരും. പിന്നെ ഈ ലിക്വിഡേറ്റർ നോക്കി, ഇവിടെ ക്രെഡിറ്റ്, ഇവിടെ ഡെബിറ്റ്. ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്, റൈറ്റ്? സോ ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഡിബഞ്ചർ ഹോൾഡർ ക്രെഡിറ്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സോ 5,50,00,000 പ്ലസ് 1 കോടി. ഇത്രയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് നമ്മുടെ മുമ്പേ ഉള്ള എക്സ് ലിമിറ്റഡിന്റെ അടുത്തും ഒരു 5,50,00,000 ഉണ്ടാവും. സോ അതിന്റെ കൂടെ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ആഡ് ചെയ്ത് എഴുതണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് അല്ലേ മക്കളെ? ഇതും ക്രെഡിറ്റ്. സോ നമ്മൾ ലാബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ഇതും കൂടെ ചേർത്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത്, അപ്പൊ ഇതും പറഞ്ഞു. ഇനി വരുന്നത് എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഇത് നമ്മൾ എവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇറ്റ് ഷുഡ് ബി ഷോൺ അണ്ടർ കറണ്ട് അസറ്റ്, റൈറ്റ്? അപ്പൊ കറണ്ട് അസറ്റിനകത്ത് നമ്മളത് കാണിക്കണം. എനിക്ക് എപ്പോഴും ആ ഒരു ഐറ്റം നോൺ കറണ്ട് ആണോ മനസ്സിലിങ്ങനെ ഓടും പഠിക്കുമ്പോൾ മുതൽ. സോ ലെറ്റ് മീ ചെക്ക് ഇറ്റ് വൺസ് അഗെയിൻ. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ അണ്ടർ, അയ്യോ കാണുന്നില്ല, അതർ നോൺ കറണ്ട് അസറ്റ്. സോറി, ആ കറണ്ട് അസറ്റ് അല്ല, അതർ നോൺ കറണ്ട് അസറ്റ്. ഓക്കെ, അതർ നോൺ കറണ്ട് അസറ്റ് ശരിയാണ്, റിസർവ് അല്ല. സോ അതർ നോൺ കറണ്ട് അസറ്റിന്റെ കൂട്ടത്തിൽ എഴുതണം. ഓക്കെ, ടീച്ചർമാർ ഭയങ്കര പെർഫെക്റ്റ് ആണാണോ? ഞാൻ ഏതായാലും പെർഫെക്റ്റ് ഒന്നല്ല, എനിക്ക് കുറെ അറിയാത്ത കാര്യമുണ്ട്. ഓക്കെ, എനിവേ ടു ഡെവലപ്മെന്റ് റിസർവ്. പിന്നെ ക്ലോസ് ചെയ്യാത്തത് ഇത് രണ്ടും ആണ്. സോ ഇത് രണ്ടും
റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. നമ്മുടെ ക്യാപിറ്റൽ റിസർവ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. ദീസ് ഓൾ ഷുഡ് കം അണ്ടർ അപ്രോപ്രിയേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റും ആഡ് ചെയ്ത് ഇതും അതുപോലെ തന്നെ. ദിസ് ഇസ് ക്ലോസ്ഡ്. ക്യാപിറ്റൽ റിസർവ് പറഞ്ഞു, ലിക്വിഡേറ്റർ ഇസ് ക്ലോസ്. ഇതോ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കണം, ഇത് ഷെയർ ക്യാപിറ്റലിൽ കാണിക്കണം, ദിസ് നോൺ കറണ്ട് അസറ്റിൽ കാണിക്കണം. ഓക്കെ, ഈ എൻട്രി നോക്കി നിങ്ങൾ ഇത്രയും ഇവാലുവേഷൻസ് ചെയ്തതിന് ശേഷം മാത്രം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. 1-2 പ്രോബ്ലം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി ഓക്കെ ആയിക്കോളും. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡ്രോ ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് ആണ് ഞാനിവിടെ എഴുതിയത്. നോട്ട്സിൽ ഞാൻ ആദ്യം ഷെയർ ക്യാപിറ്റൽ എഴുതി. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൽ ഞാൻ ആദ്യം ബാലൻസ് ഷീറ്റ് എടുത്ത് വെക്കണം. എക്സ് ലിമിറ്റഡിന്റെ അടുത്ത് ഓൾറെഡി ഉള്ള, നമ്മൾ എക്സ് ലിമിറ്റഡിന്റെ ആണ് ചെയ്യുന്നത്, എക്സ് ലിമിറ്റഡിന്റെ ഓൾറെഡി ഉള്ള ഷെയർ ക്യാപിറ്റലാണ് ഈ 5,50,000. അതിന്റെ കൂടെ വൈ ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്ത 5,50,00,000 ഡിബെഞ്ചർ ഹോൾഡറിന് പേ ചെയ്യാൻ എടുത്തിരിക്കുന്ന ആ 1 കോടിയും കൂടെ ഇവിടെ കാണിക്കണം. ഓക്കെ, 0 കൂടി പോയാ. എനിവേ 1 കോടി, 1 crore. ഓക്കെ, ഭയങ്കര ചൂട്, മഴയുണ്ട്, ബട്ട് ഐ ആം ഫീലിംഗ് സോ ഹോട്ട്. സോ ഇതൊക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 12 കോടി കിട്ടും ഷെയർ ക്യാപിറ്റൽ. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് ഞാൻ എടുക്കുക എന്ന് പറയുമ്പോൾ എടുക്കുക. എക്സ് ലിമിറ്റഡിന്റെ ജനറൽ റിസർവ്, എക്സ് ലിമിറ്റഡിന്റെ അടുത്തുള്ള P&L അക്കൗണ്ട്, എക്സ് ലിമിറ്റഡിന്റെ അടുത്തുള്ള വർക്ക്മാൻ കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ് അലവൻസ് റിസർവ്, എക്സ് ലിമിറ്റഡിന്റെ അടുത്ത് 0. ഓക്കെ, ഇനി നമ്മുടെ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 2 എന്ന് എഴുതിയ ആ എൻട്രിക്കകത്ത് വരുന്ന വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് 15 ലക്ഷം, ഡെവലപ്മെന്റ് അലവൻസ് 40 lakhs. 15 ലക്ഷം അല്ല, 15 ലക്ഷം 40 ലക്ഷം. പിന്നെ നമ്മുടെ ഒന്നാമത്തെ എൻട്രിയിൽ കിട്ടിയ ക്യാപിറ്റൽ റിസർവ്, ആ ബാലൻസിങ് ഫിഗറും ഇവിടെ വരും. ഇതൊക്കെ കൂടിയാൽ 3,75,00,000. ഓക്കെ, നൗ കമ്മിങ് ടു ഡിബെഞ്ചർ. എക്സ് ലിമിറ്റഡിന്റെ ഡിബെഞ്ചർ ഓൾറെഡി 2 കോടി ഉണ്ട്. വൈ ലിമിറ്റഡിന്റെ ഡിബെഞ്ചർ നോ, വി പെയ്ഡ് ഇറ്റ് ഓഫ്. സോ അത് എഴുതരുത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് എക്സ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ 75 ലക്ഷം ഉണ്ട്. വൈ ലിമിറ്റഡിന്റെ അടുത്ത് നമ്മൾ 50 ലക്ഷം. സോ 2 ആഡ് ചെയ്ത് എഴുതാം. ബാക്കി എല്ലാം അങ്ങനെ തന്നെ. ഓൾറെഡി എക്സ് ലിമിറ്റഡിന്റെ അടുത്ത് ഉള്ളത് എടുക്കുക, പിന്നെ നമ്മുടെ ഫസ്റ്റ് എൻട്രി ഏറ്റെടുത്തത് ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാ അസറ്റും ചെയ്യാം, എല്ലാ ലാബിലിറ്റിയും എല്ലാ അസറ്റും അങ്ങനെ ചെയ്യാം. പിന്നെ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നോൺ കറണ്ട് അസറ്റിൽ അസറ്റ് സൈഡിനകത്ത് ഈ ഒരു എമൗണ്ട് കാണിക്കണം. നൗ യു ക്യാൻ സീ ദ സ്ക്രീൻഷോട്ട്സ് ഓഫ് ദ നോട്ട്സ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓൺ ദ സ്ക്രീൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. എൻ്റെ അടുത്ത് ചോദിക്കാം. വീഡിയോ ലെങ്തി ആണ്, എനിക്ക് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, കംപ്രസ് ഒക്കെ ചെയ്ത് അധികം എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ഷോർട്ട് കട്ട് വീഡിയോസ് ആണ് അധികം പേരും വാച്ച് ചെയ്യുക. ബട്ട് എനിക്കെന്തോ അങ്ങനെ വാച്ച് ടൈം കൂട്ടണം അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാനാണ് താല്പര്യം. ഡ്രോബാക്ക് ആയിട്ട് പറയുവാണ്, എൻ്റെ ഡ്രോബാക്ക് ആണത്. ബട്ട് ഐ ആം ആക്സെപ്റ്റിംഗ് ഇറ്റ്. സോ മനസ്സിലായിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, ക്ഷമയുള്ളവർ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. സോ ഹാവ് എ നൈസ് ഡേ, ഗുഡ് ബൈ. അപ്ലോഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. എനിക്ക് അങ്ങായിരുന്നപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ബട്ട് അവിടെ എനിക്ക് ഭയങ്കര ബിസിയാണ്. അവിടെ എനിക്ക് കുറച്ച് ജോലിയെല്ലായിട്ടുള്ള ബിസി. ബട്ട് ഹിയർ ഐ എം ടോട്ടലി ഫ്രീ. ബട്ട് ഹിയർ ഐ ഹാവ് ദ പ്രോബ്ലം ഓഫ് നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പം 2 ദിവസം കൊണ്ട് റെഡി ആവുമായിരിക്കും. വൈഫൈ റെഡി ആയാൽ അപ്ലോഡിങ് നടക്കുമായിരിക്കും. സോ ഗുഡ് ബൈ.